എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. നോമ്പിൻ്റെ നാളുകളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നോമ്പ് ഒരു അനുഷ്ഠാനമായി ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ ആവർത്തിക്കപ്പെടുന്നതെല്ലാം അനുഷ്ഠാനങ്ങളായി അധപ്പതിച്ചു പോകുന്ന കാലഘട്ടത്തിൽ നോമ്പ് പുതുക്കത്തിൻ്റെയും പുതുമയുടെയും നാളുകളായിരിക്കണം. നമ്മൾ ആർക്കു വേണ്ടിയാണ് നോമ്പ് നോക്കുന്നത്? നമുക്ക് വേണ്ടിയോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയോ? യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം വായിക്കുമ്പോൾ വളരെ നിശ്ചിതമായി പരമ്പരാഗതമായി യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഉപവാസത്തെയും നോമ്പിനെയും വിമർശിക്കുന്നുണ്ട്. നിന്റെ അപ്പത്തെ അഗതിക്ക് വേണ്ടി മുറിച്ച് നൽകുന്നില്ലെങ്കിൽ, ആരുടെയെങ്കിലും ബന്ധനങ്ങൾക്ക് ഒരു വിമോചന ചാലകമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വേഴാമ്പലിനെ പോലെ തല കുമ്പിട്ട് ഇരിക്കുന്ന നോമ്പെന്ന് വിളിക്കുന്ന ഈ അനുഷ്ഠാനം വെറും അർത്ഥമില്ലാത്തതായി അധപ്പതിക്കും എന്ന് യെശയ്യാവ് ഓർമ്മിപ്പിക്കുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. ഇന്നും ഇതിന് വളരെ സാങ്കത്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവാണ് ക്രിസ്തീയ നോമ്പ് അനുഷ്ഠാനത്തിൻ്റെ മാതൃകയായി നമ്മുടെ മുൻപിലുള്ളത്. 40 ദിവസം മരുഭൂമിയിൽ കർത്താവ് ഉപവാസം അനുഷ്ഠിച്ചു എന്നതാണ് ഇതിലേക്കുള്ള നമ്മുടെ ഒരു പ്രചോദന ചരിത്രം. നോമ്പ് അനുഷ്ഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉപവാസത്തിന് ശേഷം കർത്താവിന് വിശന്നു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. ബിഷപ്പിൻ്റെ മുൻപിൽ ആഹാരത്തിൻ്റെ സാധ്യതയുമായി എത്തിയ ആളിനോട് കർത്താവ് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. കർത്താവ് മരുഭൂമിയിലാണ് ഉപവാസം അനുഷ്ഠിച്ചത്. മരുഭൂമി പരിമിതികളുടെ പര്യായമാണ്. ജീവൻ്റെ നാമ്പുകൾ അവിടെ നമുക്ക് കാണാൻ വലിയ പ്രയാസമാണ്. പുതിയ നാമ്പുകളൊന്നും ഉരുവാകാൻ സാധ്യതയില്ല. എല്ലാം കൊണ്ടും അസാധ്യതകളുടെയും പരിമിതികളുടെയും ഇടമായ മരുഭൂമിയിൽ കർത്താവ് നമുക്ക് പങ്കുവയ്ക്കുന്ന ചില സൂചനകളുണ്ട്. ഏത് വിശപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലും വേണമെങ്കിൽ അതിനോടും നോ പറയാൻ നമുക്ക് സാധിക്കണം. ചിലത് മതി എന്ന് പറയാനും ചിലത് വേണ്ട എന്ന് തീരുമാനമെടുക്കാനും ചില മമതകളോട് അകലം പാലിക്കാനും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഉപവാസമെന്നും നോമ്പെന്നും പറഞ്ഞ് നമ്മൾ അനുഷ്ഠിക്കുന്നത് അർത്ഥരഹിതമായി പോകും. ഏതെങ്കിലും ആഹാരപദാർത്ഥങ്ങൾ 40 ദിവസത്തേക്ക് അകറ്റി നിർത്തുന്നത് മാത്രമായിരിക്കരുത് നോമ്പ്. എല്ലാറ്റിനോടും ഈ വർജനം അനിവാര്യമാണ്. അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി, അമിതമായി ഉപയോഗിക്കുന്ന ശുദ്ധജലം, അമിതമായി ഉപയോഗിക്കുന്ന ഇന്ധനം, ഇങ്ങനെ നാച്ചുറൽ റിസോഴ്സിനോട് നമുക്കൊരു അകലം പാലിക്കാൻ, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കാം എന്നൊരു തീരുമാനം നമ്മൾ എടുത്താൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടും. അതുകൊണ്ട് നോമ്പിൻ്റെ നാളുകളിൽ ഇഷ്ടമുള്ള ഭക്ഷണം അകറ്റിവെച്ച് അതേ മണവും രുചിയും നമുക്ക് പകരുന്ന മറ്റ് വിഭവങ്ങളെ ചേർത്ത് പിടിക്കുന്നതല്ല നോമ്പെന്ന് ശക്തമായി നമ്മൾ തിരിച്ചറിയണം. കർത്താവ് ആത്മീയ പ്രായോഗികതയാണ് നമുക്ക് ഈ മരുഭൂമിയിൽ കാണിച്ച് നൽകുന്നത്. അതാവണം നമ്മുടെ മാതൃക. മരുഭൂമിയിൽ തോറ്റുപോകുന്ന ക്രിസ്തുവിന് ക്രൂശ് എടുക്കാനുള്ള യോഗ്യതയില്ല. ക്രൂശ് വഹിക്കാത്ത ക്രിസ്തുവിന് ഒരു പുനരുത്ഥാനത്തിൻ്റെ പ്രഭാതം ലോകത്തിന് വാഗ്ദാനം ചെയ്യാനാവില്ല. അപ്പോൾ നമ്മൾ മരുഭൂമി എന്ന ഉപാസനയിലൂടെ ക്രൂശിലേക്കും ക്രൂശ് എന്ന യാഥാർത്ഥ്യത്തിലൂടെ ഒരു പുനരുത്ഥാനത്തിൻ്റെ പുലരിയിലേക്കും യാത്ര ചെയ്യുന്ന ഈ നാളുകളിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ, ചിലത് വർജിക്കാൻ, ചിലത് മതി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഭക്ഷിക്കുക, നാളേക്ക് എന്ന് കരുതി ഇന്ന് ശേഖരിക്കരുത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ
ഇന്നത്തെ അപ്പം അല്ലെങ്കിൽ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി മാത്രം നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രമങ്ങൾ ഉണ്ടാകുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന നല്ല നാളുകൾക്കായി സ്തോത്രം. ഞങ്ങൾ മാതൃകാപരമായി ജീവിപ്പാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവഹിത പ്രചോദനയിലൂടെ കടന്നു പോകുവാനും ഈ നാളുകളിൽ സഹായിക്കണമേ. ആർജന സംസ്കാരത്തിനെതിരായി നിലപാടെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.